ഗുരു ഓം നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 3. കൗമാരവും വീരാരാധനാ തൃഷ്ണയും. ഭാഗം 3. ഒരു പൂർണ്ണ മനുഷ്യനെ തേടി എന്ന ഉപാധ്യായം. യുവാക്കൾക്ക് മാനുഷിക മൂല്യങ്ങൾ പർവ്വതീകരിച്ച് കാട്ടാനും വികടമാക്കാനുമുള്ള ഒരഭിരുചിയുണ്ട്. പലപ്പോഴും അസ്ഥാനസ്ഥിതമായി പോകുമെങ്കിലും ആദർശം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നതാണത്. എല്ലാ മനുഷ്യരിലും മനുഷ്യാതീതനാകാനുള്ള ഒരു വാസന അന്തർഭവിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ പ്രകടമാകാൻ തുടങ്ങുന്നു. ജീവിതത്തിൻ്റെ ഈ വിലയേറിയ ഘട്ടത്തിൽ ഇത് എല്ലാവരിലും പ്രചോദനകാരിയായി തീരുന്നുണ്ടാവും. അതിനെ നിരുത്സാഹപ്പെടുത്തി തെറ്റായ മാർഗത്തിൽ തിരിക്കുകയോ ആ തിരത്തള്ളലിനെ കൂട്ടാക്കാതിരിക്കുകയോ ചെയ്താൽ കരച്ചിലും പിഴിച്ചിലുമായി അവസാനിക്കാനിടയാകും. യൗവനത്തിലെ വികാരവായ്പ് യുവാവിനെ സാഹസികനോ മൂർഖനോ മറ്റെന്തെങ്കിലുമോ ആക്കാം. എന്നാൽ ഊക്കിട്ട് തള്ളിക്കയറുന്ന ജീവിത ചൈതന്യധാരകൾ നേരായ ചാലുകളിൽ കൂടി നല്ല വിദ്യാഭ്യാസം കൊണ്ട് സമീചീനമായി നയിക്കപ്പെടുമെങ്കിൽ യഥാർത്ഥ പ്രതിഭയുടെ മൊട്ടുകൾ അവരിൽ വിടരാൻ തുടങ്ങും. ഈ വികാസഗതിയിലെല്ലാം മാതൃകാ പുരുഷനായ അഥവാ അതിമാനുഷനായ ഒരാൾ അവരുടെ ഭാവനാഗ്നിയെ പ്രോജ്വലിപ്പിച്ച് നയിക്കാനുണ്ടാവണം. അത്തരമൊരു മാതൃകാ പുരുഷൻ അലഭ്യനാണെന്ന് വഴിയിൽ പിന്നെ അധോഗതിയുടെ ഒരു ആശാഭംഗമാണ് അനുഭവപ്പെടുക. വിശേഷിച്ചും സരളശീലരായ ജനങ്ങൾക്ക് വിശപ്പോ ദാഹമോ പോലെ തന്നെ തീവ്രമായൊരു പ്രേരണയാണിത്. സത്യത്തിനോട് സാൻമാർഗികവും ബുദ്ധിപരവും കലാപരവുമായി ഉണ്ടാകുന്ന ഒരൗത്സുക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല. അവൻ്റെ ലക്ഷ്യപ്രാപ്തിക്കുള്ള ആധ്യാത്മിക പുരോഗതിയിൽ അവൻ തേടേണ്ട മൂല്യശ്രേണിയിൽ സ്നേഹം, സ്വാതന്ത്ര്യം തുടങ്ങിയവ ഉന്നത തരങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ഈ മൂല്യനിശ്രേണിയിൽ ഒരു ആരോഹണ പ്രക്രിയയും ഒരു അവരോഹണ പ്രക്രിയയുമുണ്ട്. മാതൃകാ പുരുഷൻ ഒരേ സമയത്ത് ഒരു മനുഷ്യനും ഒരു ദൈവവുമായിരിക്കണം. പെരുമാറ്റത്തിൽ അദ്ദേഹം നന്മയുടെ മൂർത്തീകരണമാവണം. വേണ്ടത്ര ഭൗമികതയോടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവവുമാകണം. ഇവിടെ ആ നിലയ്ക്ക് പരസ്പര വിരുദ്ധങ്ങളായ മൂല്യങ്ങളുടെ സൂക്ഷ്മമായൊരു സമന്വയ പ്രക്രിയ സംഭവിക്കുന്നു. അത് തന്നെയാണ് ആരാധനം. ഇതിന് ടെനിസൺ പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് സമാദാരം അഥവാ അഡോറേഷൻ എന്ന വാക്കാണ്. ഏതായാലും ഇവിടെ ആരാധനാപാത്രമായ മാതൃകാ പുരുഷൻ രണ്ട് ദ്രാവകങ്ങളുടെ വ്യതിവ്യാപനം പോലെയുള്ള പരസ്പര പരിവർത്തനത്തിനും പ്രവർത്തനത്തിനും കാരണമാകുന്നു. രണ്ട് ധ്രുവങ്ങളുടെ ഒരു സംശുദ്ധീകരണ പ്രക്രിയയാണിത്. ഈ പ്രക്രിയ സുനിശ്ചിത ലക്ഷ്യമുള്ളതാണെന്ന് ഉറപ്പുവരുന്നത് ഒരുവൻ ഒരു ഗുരുവിനെ പ്രാപിക്കുമ്പോഴാണ്. ആധ്യാത്മിക പുരോഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും സമുത്കൃഷ്ടമായ ഒരവസ്ഥയാണ് ഇത്. ഗാന്ധിജി ഒരു രാജ്യഗുരു എന്ന ഉപാധ്യായം. M.K. ഗാന്ധി തെക്കേ ആഫ്രിക്കയിൽ വക്കീൽ പണിയിൽ ഇരിക്കുമ്പോൾ നിർബന്ധിത തൊഴിലിനെതിരെ അവിടെ നടത്തിയ സമരവും കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങി എത്തിയ ദിവസം ബാംഗ്ലൂരിലെ സുസ്മരണീയമായൊരു ദിനമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചതെങ്ങനെയെന്നും എൻ്റെ യൗവനാരംഭത്തിൽ ആദ്യമായി അദ്ദേഹം എനിക്കൊരു ആദർശ പുരുഷനായി തീർന്നതെങ്ങനെയെന്നുമുള്ളത് ഒരു നീണ്ട കഥയാണ്. ഏതെങ്കിലും തരത്തിൽ അത് പൂർണ്ണമായി പറയണമെങ്കിൽ അന്നത്തേതിലും 2-3 സംവത്സരങ്ങൾ പിന്നോട്ട് പോകേണ്ടി വരും. ഗാന്ധിയുടെ പേര് പച്ച പുറന്താളുള്ളൊരു പുസ്തകത്തിൻ്റെ പുറത്ത് ഇരിക്കുന്നതായി ഞാൻ ആദ്യമായി കാണുന്നത്. സിലോണിലെ പഠിപ്പ് മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ കപ്പലിലെ ഒരു സഹയാത്രികനാണ് ആ പുസ്തകം എനിക്ക് തന്നത്. ഈ യാത്രക്കാരൻ ഒരു സസ്യഭുക്കായിരുന്നു. അയാൾ മാരിഷ്യസ് ദ്വീപിലാണ് താമസം. അവിടുത്തെ ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക് നിയമകാര്യങ്ങളിൽ വിഷമമുണ്ടാകുമ്പോൾ വക്കീലായി ഇദ്ദേഹമാണ് പ്രായേണ അവർക്ക് വേണ്ടി വാദിക്കുന്നത്.
ഞങ്ങൾ തമ്മിൽ പരിചയമാകുവാനിടയായത് ഭക്ഷണത്തിൽ മാംസം ഒഴിവാക്കി കിട്ടണമെന്ന് പ്രധാന പാചകനെ കണ്ടു പറയാൻ വേണ്ടി കപ്പലിലെ പാചകമുറിക്കകത്ത് ഒന്നിച്ചു കൂടിയപ്പോഴാണ്. തീൻ കഴിക്കാനിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞ് ഗാന്ധിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മദ്രാസിൽ നിന്ന് പുറപ്പെട്ടിരുന്ന മോഡേൺ റിവ്യൂ വഴി എല്ലാ ഇന്ത്യക്കാർക്കും പരിചിതനാണെന്ന് ഈ സുഹൃത്ത് ധരിച്ചിരുന്നു. പക്ഷേ എൻ്റെ സതീർത്ഥന്മാർക്ക് ആർക്കും അന്ന് വരെ ഗാന്ധിയെപ്പറ്റി അറിയാമായിരുന്നില്ല എന്ന വസ്തുത എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ മാന്യൻ കുടുംബസമേതമാണ് ഈ ദൂരമത്രയും സഞ്ചരിച്ചു വന്നത്. ഭാര്യയും കുട്ടികളുമെല്ലാം കടൽ ചുരുക്ക് പിടിച്ച് കിടക്കുകയാണ്. ക്യാബിനകത്ത് വെച്ച് അദ്ദേഹം വിനയപൂർവ്വം അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. അതിൽ മണിലാൽ എം, ഡോക്ടർ, BA LLB എന്നിങ്ങനെ അച്ചടിച്ചിരുന്നു. പൊന്നിൻ ചട്ടമുള്ള കണ്ണട വെച്ച് വെടിപ്പായി വേഷമണിഞ്ഞ കൃശഗാത്രനായ ഈ ഇന്ത്യക്കാരൻ മധ്യവയസ്കൻ എന്നെ ഇങ്ങനെ ബഹുമാനിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നി. കപ്പലിൻ്റെ മുകൾ തട്ടിലുള്ളൊരു ആസനത്തിൽ പോയിരുന്ന് ഞങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ തൽക്കാലം ഞങ്ങൾ ആത്മമിത്രങ്ങളായി. എന്നാൽ പിന്നീട് അരശതാബ്ദം കഴിഞ്ഞാണ് അദ്ദേഹത്തെ പരിചയമുള്ള ഒരാളെയെങ്കിലും എനിക്ക് കണ്ടുമുട്ടാൻ ഇടയായത്. അത് ജനീവയിലെ ഒരു സൽക്കാരവേളയിലായിരുന്നു. അവിടെ വെച്ച് ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം പോർട്ട് സെയ്ദിലോ മറ്റോ ഒരു വ്യാപാരിയാണ്. ഞാൻ മുൻപ് കണ്ട് എന്നേക്കുമായി പിരിഞ്ഞ പഴയ ഡോക്ടറുടെ ഒരു ഭാഗിനേയനാണ് ഇദ്ദേഹം. അറ്റ്ലാന്റിക് സമുദ്രം അങ്ങോട്ടും ഇങ്ങോട്ടും പല തവണ തരണം ചെയ്തതിനിടയിൽ പരിചയപ്പെട്ട പല വിലയേറിയ സുഹൃത്തുക്കളും എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അവരെല്ലാം ഇന്നും സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഗതാഗത സൗകര്യം കൊണ്ട് ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഞാൻ തീർച്ചയായും ഒരു സുഹൃത്ത് സമ്പന്നനായി തീരുമായിരുന്നു. ഗാന്ധിയുടെ പേര് ഇങ്ങനെ ആദ്യം കാണാനിടയായതിനു ശേഷം മാസികകളിലും പത്രങ്ങളിലും ആ പേര് കൂടെ കൂടെ കണ്ടു തുടങ്ങി. തെക്കേ ആഫ്രിക്കയിലെ ബോർ യുദ്ധകാലത്ത് സഹന സമരത്തിൽ പങ്കുവഹിച്ച് കഴിഞ്ഞതിന് ശേഷം ഗാന്ധി ലണ്ടനിൽ താമസിക്കുമ്പോൾ ടോൾസ്റ്റോയിയുമായി കുറേ കത്തിടപാടുകൾ നടത്തുകയും തൻ്റെ സത്യാഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ സാങ്കേതിക വശവും തത്വശാസ്ത്രവും ആവിഷ്കരിക്കുകയുമുണ്ടായി. ഗോഖലെയുടെയും മിസ്സിസ് ആനി ബെസൻറ്റിൻ്റെയും പേരുകൾ ജനമധ്യത്തിൽ ഉയർന്നു കേട്ടിരുന്ന സന്ദർഭത്തിലാണ് ദുർജ്ഞേയനായ ഈ കൊച്ചു മനുഷ്യൻ ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് രാഷ്ട്രീയ കാര്യങ്ങളുടെ കടിഞ്ഞാൺ കൈവശമാക്കിയത്. സ്വാതന്ത്ര്യ നൗകാശയത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നതുവരെ ഭാരതീയ ദേശീയ പ്രസ്ഥാന നൗകയെ അദ്ദേഹം നയിക്കുക തന്നെ ചെയ്തു. ഗാന്ധിജിയുടെ പേര് അങ്ങനെ ഒരു ഗാർഹിക നാമത്തേക്കാൾ എനിക്ക് സുപരിചിതമായി. എൻ്റെ വീരാരാധനാ തൃഷ്ണ അതിൻ്റെ പരമകോടിയിലുമെത്തി. എൻ്റെ പ്രായത്തിൽ രാജ്യത്തുള്ള ആരെക്കാളും ഒരുപക്ഷെ കൂടുതൽ ഔത്സുക്യത്തോടെയാണ് ഞാൻ ഗാന്ധിജിയെ കൈക്കൊണ്ടത്. ബാംഗ്ലൂരിലെ ലാൽബാഗ് പബ്ലിക് ഗാർഡനിൽ വെച്ച് ഗാന്ധിജിക്ക് ഒരു സ്വീകരണം നൽകുകയുണ്ടായി. അന്ന് ഗാന്ധിജി മാർവാറി തലപ്പാവും വെള്ള വേഷ്ടിയും ധരിച്ച് ഭാവി ഭാരത രാഷ്ട്രീയ നേതാക്കന്മാരുമൊത്ത് അവിടെ സമാഗതനായി. അടുത്തു തന്നെ തൻ്റെ വിനീതയായ സഹധർമ്മിണിയും ഉണ്ടായിരുന്നു. ഒരു കറുത്ത പയ്യനും അദ്ദേഹത്തിൻ്റെ വശത്ത് തറയിൽ സ്ഥാനം പിടിച്ചു. ഈ പയ്യൻ തെക്കേ ആഫ്രിക്കയിലെ സഹന സമരം കൊണ്ട് പീഡ അനുഭവിക്കേണ്ടി വന്നവരിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട ഒരുവനായിരുന്നു. ഗാന്ധിജിയുടെ തികഞ്ഞ വിനയം പ്രത്യക്ഷത്തിൽ ആർക്കും പ്രകടമായി കാണാൻ കഴിഞ്ഞു. തലപ്പാവിൻ്റെ ഒരു ഭാഗം അഴിഞ്ഞു പോയതുപോലും അദ്ദേഹം അറിഞ്ഞില്ല. ഇതെല്ലാമാണെങ്കിലും അവിടെ ചേർന്ന ഭിന്ന മതക്കാരും ഭിന്ന സമുദായക്കാരും ഇടയ്ക്കിടയ്ക്ക് യൂറോപ്യന്മാരും ഉൾപ്പെട്ട പരസഹസ്രം ജനങ്ങൾ അദ്ദേഹത്തെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. കുറേ പേർ ഒന്നിനു പിന്നിലൊന്നായി പ്ലാറ്റ്ഫോറത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തെ വണങ്ങി. മഹാജനസമൂഹമൊന്നാകെ ഭക്ത്യാദര പുരസ്സരം മൗനമായിരുന്നു. പലമാതിരി ജനങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തിയ ഒരു ഭൂവിഭാഗം എന്നതിലുപരിയായി ഇന്ത്യ ഒരു രാഷ്ട്രമായി തീരാൻ പോകുന്നത് കാണാമായിരുന്നു. യുവജനങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞതും സ്വയമേ ഒഴിഞ്ഞു മാറുന്നവരും വികാരഭരിതരും അഹമ്മദിക്കാരുമായ ഇംഗ്ലീഷുകാരെ ആട്ടിപ്പുറത്താക്കാൻ തക്കവണ്ണം
ശക്തമായ വൈകാരികോദ്ഗ്രഥനം നേടിയെടുക്കാൻ സാധിച്ചതും ഇതുകൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഇതെഴുതുന്ന സന്ദർഭത്തിൽ 1962 ഒക്ടോബറിൽ ഇന്ത്യയുടെ അതിർത്തി ദ്വാരത്തിലെത്തിയിരിക്കുന്ന ചീനത്തുകാർ കയ്യേറിയ പ്രദേശങ്ങൾ ഈ മാതിരി വൈകാരികമായ നിഷേധാത്മക സമരമുറകൾ കൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. എന്നാലും രാജ്യതന്ത്രത്തിൽ പ്രയോഗിച്ചു നോക്കിയ ഈ നിഷേധാത്മകമായ മാർഗം അത്ഭുതകരമായൊരു പ്രതിഭാസം തന്നെയായിരുന്നു. ഏതെങ്കിലും വിജയം സ്ഥായിയായ ഒന്നായി തീർന്നെന്ന് ഗണിക്കാമെങ്കിൽ അതിനുള്ള സമ്മാനം നിഷ്കളങ്കനും വിനീതനും ദുർജ്ഞേയനും കൃശപാദങ്ങളും ആർത്തിയേറിയ നോട്ടവുമായി കാണപ്പെടുന്നവനുമായ ഈ കൊച്ചു മനുഷ്യനാണ് നൽകേണ്ടത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിഷേധാത്മക ശക്തികൾ കരവാളങ്ങളെക്കാൾ ഉഗ്രശക്തങ്ങളാകുമെന്ന് ഒരിക്കൽ കൂടി ഈ മനുഷ്യൻ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. എൻ്റെ സ്കൂളിൽ ഗോഖലെയുടെ ഒരു ചിത്രം അനാച്ഛാദനം ചെയ്യാനെത്തിയപ്പോൾ ഗാന്ധി ദമ്പതികളെയും തലമുണ്ടനം ചെയ്ത കറുത്ത ആ പയ്യനെയും അവിടുത്തെ പ്ലാറ്റ്ഫോറത്തിൽ വെച്ച് തന്നെ അടുത്ത് കാണുവാൻ വീണ്ടും തരപ്പെട്ടു. പുഷ്പമാല്യാലങ്കൃതമായ ആ ചിത്രത്തിൻ്റെ മുൻപിൽ ഗാന്ധിജി വിനയാദരങ്ങളോടെ അഞ്ജലിബദ്ധനായി നിൽക്കുന്നത് ഞാൻ വ്യക്തമായി ഓർക്കുന്നു. അതുമല്ല, ഗോഖലെയെ തൻ്റെ രാജ്യഗുരു എന്ന് വാഴ്ത്തുന്നത് കേൾക്കുകയും ചെയ്തു. ഇത് ഗാന്ധിജിയോടുള്ള എൻ്റെ ആരാധനാ മനോഭാവത്തിൻ്റെ കഥാവശേഷം പറയാനൊരുമ്പിടാതെ അദ്ദേഹത്തെയും വിവേകാനന്ദ സ്വാമിയെയും കൂടാതെ ജീവിതത്തിലെ യൗവനാരംഭത്തിൽ തറച്ച് കയറിയതുപോലെ എന്നിൽ കടന്നു വന്ന മറ്റൊരു മഹാപുരുഷനെപ്പറ്റി കൂടി ഇനി പറയേണ്ടതുണ്ട്. നൊബൽ സമ്മാനം നേടിയ ടാഗോർ എന്ന ഉപാധ്യായം. അപരിഷ്കൃതവും അധസ്ഥിതവുമായൊരു ജനതയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു കവിയെ, അതും സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടാൻ തക്കവണ്ണം വളർന്നൊരു മഹാകവിയെ കിട്ടുവാൻ സാധിക്കുക എന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ സംവർദ്ധമാനമാക്കുന്നൊരു സംഭവമായിരുന്നു. ഇന്ത്യക്കാർ അധകൃതമായൊരു ജനതയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിൽ വിജയിച്ച വിദേശീയരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനും ഈ സംഭവം മൂലം സാധ്യമായി. ഭാരതം സംസ്കാര സമ്പന്നമാണോ എന്ന ചോദ്യത്തിന് മേഘഗർജനം പോലെയുള്ള ഉത്തരമാണ് വിവേകാനന്ദ സ്വാമിയിൽ നിന്ന് കിട്ടിയത്. ഭാരതം അതിൻ്റെ ഉത്തമ പാരമ്പര്യത്തിന് ചേരും വണ്ണം വൈദേശികാധിപത്യത്തെ നിഷ്കാസനം ചെയ്യാൻ തക്ക ബുദ്ധിപ്രഭാവമുള്ളതാണോ? ഈ ചോദ്യത്തിന് തീവ്രവും കർക്കശവുമായ ഉത്തരം ഗാന്ധിജിയിൽ നിന്നാണ് പുറത്തു വന്നത്. ഭാരതം സംസ്കാരശുദ്ധി എന്തെന്ന് മനസ്സിലാക്കുകയും സർഗാത്മക ഭാവനയുടെ ഉത്തുംഗ സോപാനത്തോളം എത്തുകയും ചെയ്യാൻ കഴിവുള്ളതാണോ? ടാഗോറാണ് അതിനുത്തരം നൽകിയത്. വിജ്ഞാനമണ്ഡലത്തിലും ക്രിക്കറ്റ് പോലെയുള്ള കായിക വിനോദങ്ങളിലും ഇന്ത്യക്കാർ മറ്റാർക്കും സദൃശരായി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആ തലമുറയിലെ യുവജനങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരാശയ്ക്കും ഇടം കൊടുത്ത് അവരുടെ സാഹസിക വീര്യത്തിനും വിജയത്തിനും പുതിയ സരണികൾ തുറന്നുകൊടുത്തു. രവീന്ദ്രനാഥ ടാഗോർ, ആ പേര് തന്നെ ഗാംഭീര്യോദ്യോതകമാണ്. ആ തലമുറയിലെ യുവജനങ്ങൾക്ക് ഉത്തമാഭിലാഷങ്ങൾ വ്യഞ്ചിപ്പിച്ചു കൊടുക്കാനും അതിന് കഴിഞ്ഞിരുന്നു. ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദ സ്വാമി, ബോസ്, രഞ്ജിത് സിംഗ് എന്നിവരോരോരുത്തരും അന്നത്തെ ഭാരതം അർഹമായ അഭിമാനത്തോടെ ചൂടിയ മകുടത്തിൽ മണികൾ പതിപ്പിച്ചു. ടാഗോറിൻ്റെ ഗീതാഞ്ജലി അഡിസസിൻ്റെയും സ്റ്റീലിൻ്റെയും പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാസമ്പന്നരായ ഭാരതീയരിൽ അധികം പേർക്കും നിരർത്ഥകമായിരുന്നു. അതിലെ ഭാഷ കാൽപ്പനിക കഥാസ്പർശം കൊണ്ടും അന്യാപദേശം കൊണ്ടും നിർഭരമാണ്. സങ്കീർണമായ രൂപകൽപ്പനകൾ പലതും ചേർന്ന് അവയിലെ സൂക്ഷ്മമായ ധ്വന്യാർത്ഥങ്ങളെ വിലയിപ്പിച്ച് ഒരുതരം ഔപനിഷിതമായ ആസ്വാദ്യതയും ഇനിമയും അതിലെ രചനയ്ക്ക് നൽകി. ആ കൃതിയിൽ കാണുന്ന ശുദ്ധമായ ഭാഷാ ഗാംഭീര്യവും രചനാ സൗഷ്ഠവവും ഇംഗ്ലീഷ് ആസ്വാദകർ മാന്യമെന്ന് കരുതുന്ന സാധാരണ വികല കവനങ്ങളുടേതിൽ നിന്നും എത്രയോ തലയെടുപ്പുള്ളതാണ്.
ഔപനിഷിത ഭാവനയുടെ നിഴലിൽ വളർത്തപ്പെട്ടതും സ്വതന്ത്രവുമായ അതിലെ അയത്ന ലളിതമായ ധീര കൽപ്പനാവിഹാരം ഒരു പ്രത്യേകത തന്നെയാണ്. അത് WB യീറ്റ്സിനെ പോലെയുള്ള വിമർശകർ കണ്ടറിഞ്ഞു. ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയ യീറ്റ്സ് അതിനെ അഭിനന്ദനപൂർവ്വം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഗീതാഞ്ജലിയെ ഒരു തരത്തിൽ ഗീതാ ഗോവിന്ദത്തോടും മറ്റൊരു തരത്തിൽ ബൈബിളിലെ സങ്കീർത്തനത്തോടുമാണ് അദ്ദേഹം നിസ്സന്ദേഹം സദൃശപ്പെടുത്തിയത്. ഹൈസ്കൂൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഈ ഗദ്യ കവിതകൾ ഒരു ടാഗോർ ആരാധകൻ ചൊല്ലിത്തന്ന് ഞാൻ കേട്ടിരുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രതി കൈവശമാക്കണമെന്നുള്ള ആശ എന്നിൽ ആളിക്കത്തി. എന്നാൽ ഒന്നാം പതിപ്പ് അക്കാലത്തെ ഒരു സാധാരണ ഭാരതീയ വിദ്യാർത്ഥിയുടെ കോശസ്ഥിതിക്ക് പറ്റുന്ന വിലയെ അതിലംഘിക്കുന്നതായിരുന്നു. അതിനാൽ ആ ഗ്രന്ഥം മുഴുവനും ഒരു നോട്ട് ബുക്കിൽ പകർത്തിയെടുത്ത് വീണ്ടും വീണ്ടും വായിക്കാൻ ഞാൻ തീരുമാനിച്ചു. 12ാമത്തെ വയസ്സിൽ എനിക്ക് വിവേകാനന്ദ സാഹിത്യം സുപരിചിതമായി തീർന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഷിക്കാഗോ പ്രസംഗം അന്നെനിക്ക് മനഃപാഠമായിരുന്നു. സ്വാമിയുടെ ജീവചരിത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ വായിച്ചു തീർത്തു. ക്വാർട്ടോ വലിപ്പത്തിൽ 4ഓ 5ഓ ഗ്രന്ഥങ്ങളായി അന്ന് പ്രസാധനം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾ ആദ്യന്തം പഠിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഉപനിഷത്തുകളെ അനുസ്മരിപ്പിക്കുന്ന തികച്ചും ആസ്വാദ്യവും മധുരവുമായൊരു പലഹാരം പോലെ സ്ഫടിക സംകാശ സംശുദ്ധി കലർന്ന ഈ സ്വതന്ത്ര കവിതയുടെ അഥവാ ഗദ്യ കവിതയുടെ അമൃത നിശ്യന്തം വെളിവായി വന്നത്. ഭാരതം മന്ദമായും അവ്യതിചലിതമായും അതിൻ്റെ സ്വയം പ്രകൃതിയിലേക്ക് നിശ്ചയമായും എത്തുകയായിരുന്നു. 3ാം അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.